പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഒന്ന് ആലോചിച്ചു പറഞ്ഞേ. അതെ, രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോണുകളെ പറ്റി നമ്മൾ പറഞ്ഞു. സമാന കോണുകളെ പറ്റി പറഞ്ഞു, കറസ്പോണ്ടിങ് ആംഗിൾസ്. മറുകോണുകളെ പറ്റിയും പറഞ്ഞു, ആൾട്ടർനേറ്റ് ആംഗിൾസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പുതുതായി നമ്മൾ ആന്തര സഹകോണുകളെയും ബാഹ്യ സഹകോണുകളെയും പരിചയപ്പെട്ടു. കോ ഇന്റീരിയർ ആംഗിൾസ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ആന്തര സഹകോണുകൾ അനുപൂരകമാണ്, സപ്ലിമെന്ററി ആണ് എന്നും നമ്മൾ പഠിച്ചു. അനുപൂരകം എന്ന് പറഞ്ഞാൽ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് സജ്ജമാക്കി വെക്കുക. പെൻസിൽ ഉണ്ടാവണം, സ്കെയിൽ വേണം, നിങ്ങളുടെ സെറ്റ് സ്ക്വയർ മട്ടങ്ങൾ വേണം. ഇതൊക്കെ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് സജ്ജമാക്കി വെക്കുക. ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം പിന്നീട് വരച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നിർമ്മാണത്തിലേക്ക് കടന്നാലോ? നിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സമാന്തര രേഖകൾ വരച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. തയ്യാറാണല്ലോ എല്ലാവരും? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിത്രത്തിലേക്ക് കടക്കാം. സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കും. രണ്ട് അഗ്രബിന്ദുക്കൾ എൻഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇതിന് ഒരു പോയിന്റിന് എ എന്നും രണ്ടാമത്തെ പോയിന്റിന് എക്സ് എന്നും പേര് നൽകുന്നു. എ എന്ന പറയുന്ന പോയിന്റിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്ത് പ്രൊട്രാക്ടർ വെച്ച് അവിടെ 50 ഡിഗ്രി കോണളവ് രേഖപ്പെടുത്തണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എ എന്ന് പറയുന്ന പോയിന്റിൽ 50 ഡിഗ്രി കോൺ അടയാളപ്പെടുത്തുന്നു. സ്കെയിൽ ഉപയോഗിച്ച് എ എന്ന് പറയുന്ന ബിന്ദുവും 50 ഡിഗ്രി മാർക്ക് ചെയ്തു വെച്ചിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ബിന്ദുവും യോജിപ്പിച്ച് ഒരു വര വരക്കുന്നു. ഇവിടെ ഈ വര അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ബി എന്ന പേര് നൽകുന്നു. എ 50 ഡിഗ്രിയാണ് നമ്മൾ വരച്ചത്. കോണളവ് രേഖപ്പെടുത്തുന്നു. എ എക്സ് എന്ന വരയ്ക്ക് സമാന്തരമായി ബിയിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. ഒരിക്കൽ കൂടി, എ എക്സ് എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായി ബി എന്ന പോയിന്റിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. സമാന്തര വര വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാന്തര വര വരയ്ക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ
സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് എ എക്സ് എന്ന് പറയുന്ന ലൈനിനെ പാരലലായി ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ മറ്റൊരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഒരു പോയിന്റ് അടയാളപ്പെടുത്തി പിന്നീട് ബി എന്ന് പറയുന്ന പോയിന്റും ഇപ്പോൾ അടയാളപ്പെടുത്തിയ പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ മതി. ഈ പോയിന്റിനെ ഇപ്പോൾ മുകളിൽ വരച്ചിട്ടുള്ള എ എക്സിന് സമാന്തരമായി വരച്ചിട്ടുള്ള ഈ ലൈനിന് വരയ്ക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റിന് നമ്മൾ വൈ എന്ന് പേര് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എക്സ് എന്ന് പറയുന്ന ലൈനിലേക്ക് ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന വരയിലേക്ക് ഒരു ചെരിഞ്ഞ വര വരയ്ക്കണം. ഒരു സ്ലാന്റഡ് ലൈൻ വരയ്ക്കണം. ഈ സ്ലാന്റഡ് ലൈൻ എ ബി എന്ന് പറയുന്ന വരയുമായി, ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന എ ബി എന്ന് പറയുന്ന വരയുമായി ഉണ്ടാക്കുന്ന കോൺ 70 ഡിഗ്രിയാണ്, 70 ഡിഗ്രി കോണളവിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ എടുത്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച ശേഷം അവിടെ 70 ഡിഗ്രി കോണളവ് രേഖപ്പെടുത്തണം. പ്രൊട്രാക്ടർ എടുക്കുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുന്നു, അവിടെ 70 ഡിഗ്രി കോണളവ് മാർക്ക് ചെയ്ത് വെക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് ബി എന്ന് പറയുന്ന പോയിന്റും 70 ഡിഗ്രി അടയാളപ്പെടുത്തിയ പോയിന്റും ചേർത്തുകൊണ്ട് ഒരു ചെരിഞ്ഞ വര നമ്മൾ എ എക്സ് എന്ന് പറയുന്ന ലൈനിലേക്ക് വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ വരച്ച ആ ലൈൻ എ എക്സ് എന്ന് പറയുന്ന ലൈനുമായി കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന് സി എന്ന പേര് നൽകുക. ആ പോയിന്റിന് സി എന്ന പേര് നൽകുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എ ബി സി എന്ന് പറയുന്നത് ഒരു ത്രികോണമാണ്. എ ബി സി ഈസ് എ ട്രയാങ്കിൾ. ഇവിടെ കോൺ എ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കോൺ ബി 70 ഡിഗ്രിയാണ് വരച്ചത് എന്ന് പറഞ്ഞു. അത് ഞാൻ ഈ ചിത്രത്തിൽ രേഖപ്പെടുത്തി. കാരണം നമ്മൾ എ എക്സ് എന്ന് പറയുന്ന ലൈനിലേക്ക് ബിയിൽ നിന്ന് വരച്ച ആ ചെരിഞ്ഞ വര സ്ലാന്റഡ് ലൈൻ എ ബി എന്ന് പറയുന്ന ലൈനുമായി ഉണ്ടാക്കുന്ന കോൺ 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയിൽ, ത്രികോണം എ ബി സിയിൽ നമുക്ക് ഇനി അറിയേണ്ട കോൺ, കണ്ടെത്തേണ്ട കോൺ സി ആണ്. ഈ കോണാണ് നമ്മൾക്ക് അറിയേണ്ടത്. എങ്ങനെ നമുക്ക് ഈ കോണളവ് കണ്ടെത്താൻ സാധിക്കും? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. എ എക്സ് എന്ന് പറയുന്ന വരയും ബി വൈ എന്ന് പറയുന്ന വരയും സമാന്തരമാണ്, പാരലലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി പരിഗണിക്കേണ്ട വരകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. എ എക്സ് എന്ന് പറയുന്ന ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ഈ വര, അതുപോലെ ബി വൈ എന്ന് പറയുന്ന മുകളിലുള്ള ഈ വര, പിന്നെ ബി സി എന്ന് പറഞ്ഞ് നമ്മൾ അവസാനമായി വരച്ചു ചേർത്ത ആ ചെരിഞ്ഞ ലൈൻ. ഈ 3 ലൈനുകളായിരിക്കണം നിങ്ങൾ ഇനി പരിഗണിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പരിഗണിക്കുമ്പോൾ എ എക്സും ബി വൈയും സമാന്തരമാണ്. ബി സി എന്ന് പറയുന്ന ലൈൻ ഈ പറയുന്ന 2 സമാന്തര വരകളെ മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന
മറ്റൊരു വരയാണ്. അങ്ങനെ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി ബി എന്ന് പറയുന്ന കോണിനെ പരിഗണിക്കാം. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. എ സി ബി, കോൺ എ സി ബി. അതുപോലെ തന്നെ കോൺ സി ബി വൈ, കോൺ സി ബി വൈ. എന്താണ് ഈ കോണുകളുടെ പ്രത്യേകത? നോക്കൂ, രണ്ട് സമാന്തര വരകളെ എ സി എന്നതും ബി വൈ എന്നതുമായ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളാണ് ആംഗിൾ എ സി ബിയും ആംഗിൾ സി ബി വൈയും, അതായത് ആൾട്ടർനേറ്റ് ആംഗിൾസ്. ശ്രദ്ധിച്ചു നോക്കൂ, സമാന്തര വരയാണ്, മറ്റൊരു സമാന്തര വരയാണ്, മറ്റൊരു വര മുറിച്ച് കടക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എ സി ബിയും സി ബി വൈയും. മറുകോണുകളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു. ആൾട്ടർനേറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താണ്? മറുകോണുകൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണളവും ഇവിടെ ഉണ്ടാകുന്ന കോണളവും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ഈ കോണളവ് കണ്ടുപിടിച്ചാലും മതി. അല്ലെങ്കിൽ ഈ കോണളവ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ സി എന്ന് പറയുന്ന കോണിന്റെ അളവ് കിട്ടും. എങ്ങനെയാണ് നമ്മൾ ഈ കോണ് കണ്ടുപിടിക്കുന്നത്? അതിന് നിങ്ങൾ ഇനി പരിഗണിക്കേണ്ടത് എ സി എന്ന് പറയുന്ന സമാന്തര വരയും ബി വൈ എന്ന് പറയുന്ന സമാന്തര വരയും എ ബി എന്ന് പറയുന്ന ഞാൻ തൊട്ട് കാണിക്കുന്ന ഈ വരയുമായിരിക്കണം. തൽക്കാലത്തേക്ക് ബി സി എന്ന് പറയുന്ന വരയെ നമ്മൾ മാറ്റി നിർത്തുന്നു. ഇവിടെ എ എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. എ ബി വൈ എന്ന് പറയുന്ന ആംഗിൾ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ശ്രദ്ധിക്കൂ, ബി വൈ എന്ന് പറയുന്ന രേഖയും എ എക്സ് എന്ന് പറയുന്ന രേഖയും സമാന്തരമാണ്. അവയെ മുറിച്ച് കടക്കുന്ന മറ്റൊരു വരയാണ് ബി എ. അങ്ങനെയാണെങ്കിൽ സമാന്തര വരകൾക്കിടയിൽ ഒരേ വശത്ത് വരുന്ന കോണുകളാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ കോണും ഇവിടെയുള്ള ഈ കോണും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവയുടെ കോണുകളുടെ അളവുകളുടെ തുക അനുപൂരകമായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 50 ഡിഗ്രിയാണ് ഇവിടെയുള്ള കോണളവ്. ഈ വലിയ കോണിന്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് വലിയ കോണിന്റെ അളവ്? ഈ രണ്ട് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ ഈ വലിയ കോൺ എന്ന് പറയുന്നത് 180 മൈനസ് 50 ഡിഗ്രി 130 ഡിഗ്രി ആയിരിക്കും. 130 ഡിഗ്രി അളവുള്ള ഈ വലിയ കോണിൽ ഉള്ളിലുള്ള ഒരു ചെറിയ കോണിന്റെ അളവ് തന്നിട്ടുണ്ട്, 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന കോണും കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ്? 130 മൈനസ് 70 എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ കോണ് കണ്ടുപിടിച്ചാൽ ഈ കോണിന്റെ അളവ് കിട്ടുമെന്ന് പറഞ്ഞു. കാരണം അത് മറുകോണുകളാണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നതും 60 ഡിഗ്രി ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്റ്റെപ്പ് പ്രകാരം നിങ്ങൾ ഈ ചിത്രം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കണം. ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യം മനസ്സിലാക്കുന്നതിൽ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. അതുകൂടി ചെയ്യുമ്പോഴേക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ബോർഡിൽ ഒരു ത്രികോണം വരയ്ക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. കൃത്യമായ അളവുകളൊന്നുമില്ലാതെ ഒരു ത്രികോണം വരയ്ക്കുകയാണ്.
ഈ ത്രികോണത്തിന് നമുക്ക് എ ബി സി എന്ന് പേര് നൽകാം. അപ്പോൾ ഇതൊരു ത്രികോണം എ ബി സി ആണ്. ട്രയാങ്കിൾ എ ബി സി. ഈ ത്രികോണത്തിനകത്ത് എ എന്ന് പറയുന്ന കോൺ 40 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നു. ബി എന്ന് പറയുന്ന കോൺ 60 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നു. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, കോൺ സിയുടെ അളവ് എത്ര? എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? നേരത്തെ നമ്മൾ ചെയ്ത പ്രകാരമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് താഴെയുള്ള എ സി എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മറ്റൊരു സമാന്തര വര വരയ്ക്കണം. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. ആദ്യം എ സിക്ക് സമാന്തരമായി പാരലലായി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മറ്റൊരു ലൈൻ, പാരലൽ ലൈൻ വരയ്ക്കുന്നു. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ശേഷം ബി എന്ന് പറയുന്ന പോയിന്റും നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയ പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു വര വരക്കുന്നു, യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരക്കുന്നു. ഇപ്പോൾ നമ്മൾ എ സി എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായി ബിയിൽ നിന്ന് മറ്റൊരു വര വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പ്രകാരം ചില വരകളെ മാത്രം പരിഗണിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ വരച്ച ഈ വരയ്ക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റിന്, അഗ്രബിന്ദുവിന് ഒരു പേര് നൽകാം. ഞാൻ Y എന്ന പേര് നൽകുന്നു. ഇനി നിങ്ങൾ പ്രത്യേകം ചില വരകൾ മാത്രം പരിഗണിക്കുക. എ സി എന്ന് പറയുന്ന വരയും എ ബി എന്ന് പറയുന്ന വരയും ബി വൈ എന്ന് പറയുന്ന വരയും പരിഗണിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എ സി എന്ന് പറയുന്ന ഞാൻ തൊട്ട് കാണിക്കുന്ന ഈ വരയും എ ബി എന്ന് പറയുന്ന ഈ വരയും ബി വൈ എന്ന് പറയുന്ന ഈ വരയും നിങ്ങൾ പരിഗണിക്കുക. ബി സി എന്ന് പറയുന്ന വര തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്ന ലൈനും ബി വൈ എന്ന് പറയുന്ന ലൈനും സമാന്തരമാണ്, പാരലലാണ്. അവയെ മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന വരയാണ് എ ബി എന്നത്. അപ്പോൾ കോൺ ബി എ സി, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബി എ സി ഞാൻ ഇവിടെ എഴുതാം, കോൺ ബി എ സി. അതുപോലെ തന്നെ എ ബി വൈ, കോൺ എ ബി വൈ. ഈ കോണുകളുടെ, ഞാനിപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ള ഈ രണ്ട് കോണുകളുടെ പ്രത്യേകത എന്താണ്? നോക്കൂ, എ സി എന്ന് പറയുന്നതും ബി വൈ എന്ന് പറയുന്നതും സമാന്തര വരകളാണ്. അവയെ മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന മറ്റൊരു വരയാണ് എ ബി. അങ്ങനെയാണെങ്കിൽ സമാന്തര വരകൾക്കുള്ളിൽ ചെരിഞ്ഞ വരയുടെ ഒരേ വശത്ത് വരുന്ന കോണുകൾ നമ്മൾ പഠിച്ചതാണ് ആന്തര സഹകോണുകൾ. ആന്തര സഹകോണുകളുടെ പ്രത്യേകതയും നമ്മൾ പഠിച്ചു. അവയുടെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എഴുതിയതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. കോൺ ബി എ സി പ്ലസ് കോൺ എ ബി വൈ ഈസ് ഈക്വൽ ടു, അതായത് ഈ കോണും ഇവിടെയുള്ള ഈ വലിയ കോണും കൂട്ടിയാൽ നമുക്ക് എത്ര ലഭിക്കണം? 180 ഡിഗ്രി ലഭിക്കണം. ഇതിൽ ബി എ സി എന്ന് പറയുന്ന കോണിന്റെ അളവ്
തന്നിട്ടുണ്ട്. എത്രയാണ്? 40 ഡിഗ്രി. ഇവിടെ എ ബി വൈ എന്ന് പറയുന്ന കോണിന്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് എ ബി വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ ബി വൈയുടെ അളവ് കണ്ടുപിടിക്കാൻ ഈ 180 ഡിഗ്രിയിൽ നിന്ന് കോൺ ബി എ സിയുടെ അളവ് കുറച്ചാൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺ എ ബി വൈ ഈസ് ഈക്വൽ ടു 180 കുറക്കണം കോൺ ബി എ സിയുടെ അളവ് 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 140 എന്ന് കിട്ടി. അതായത് ഈ വലിയ കോണിന്റെ അളവ് 140 എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ചെറിയ കോണിന്റെ അളവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ, ഡാറ്റസ് നമ്മുടെ ബോർഡിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ ആംഗിൾ എ ബി സി ശ്രദ്ധിക്കണം, എ ബി സി 60 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എ ബി വൈ എന്നത് 140 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് സി ബി വൈ എന്ന് പറയുന്ന ഈ കോണിന്റെ അളവാണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കതൊന്ന് എഴുതി നോക്കാം. ആംഗിൾ എ ബി സി പ്ലസ് സി ബി വൈ, ശ്രദ്ധിക്കണം, സി ബി വൈ ഈസ് ഈക്വൽ ടു എ ബി സി എന്ന് പറയുന്ന ഈ കോണും സി ബി വൈ എന്ന് പറയുന്ന ഈ കോണും കൂടി ചേർന്നാൽ എ ബി വൈ എന്ന ഈ വലിയ കോണാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ആംഗിൾ എ ബി വൈ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ്, ഇതിൻ്റെ കോണളവുകൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിൽ ചേർത്ത് കൊടുക്കാം. എ ബി സിയുടെ അളവ് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 60 ഡിഗ്രി പ്ലസ് സി ബി വൈ, ആംഗിൾ സി ബി വൈ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ സി ബി വൈ എന്നത് അതുപോലെ തന്നെ എഴുതുന്നു. ആംഗിൾ എ ബി വൈ, കോൺ എ ബി വൈ എന്ന ഈ വലിയ കോണിന്റെ അളവ് 140 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതാം, 140 ഡിഗ്രി. ഇനി നമുക്ക് സി ബി വൈ എന്ന് പറയുന്ന ഈ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 140 നിന്ന് 60 കുറച്ചാൽ മതി. സോ ആംഗിൾ സി ബി വൈ ഈസ് ഈക്വൽ ടു 140 മൈനസ് 140 മൈനസ് 60 ഡിഗ്രി. 140 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 80 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. ഇവിടെയുള്ള കോണ് നമ്മൾ കണ്ടുപിടിച്ചു 80 ഡിഗ്രി. ഇനി സി എന്ന് പറയുന്ന കോണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ കോണ് തന്നെ ഇവിടെ വരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ പരിഗണിക്കേണ്ട വരകൾ എ സി എന്ന് പറയുന്ന, ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ഈ വരയും, ബി വൈ എന്ന മുകളിലേത്തെ വരയും, ബി സി എന്ന് പറയുന്ന ഈ ചെരിഞ്ഞ വരയുമായിരിക്കണം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ വര ഒരു സാങ്കല്പിക വരയായി, ഒരു ഇമാജിനറി ലൈനായി പരിഗണിക്കാം. ഇവിടെ ഒരു ഇമാജിനറി ലൈനാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എ സി എന്ന് പറയുന്ന ബി വൈ എന്ന് പറയുന്ന പാരലൽ ലൈൻസിനെ മുറിച്ചു കൊണ്ട് കടന്നു പോകുന്ന ഒരു ലൈനാണ് ബി സി ആണല്ലോ. ഇവിടെ ആംഗിൾ സി ബി വൈ എന്നതും ആംഗിൾ ബി സി എ എന്നതും എന്താണ്?
ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മറുകോണുകളാണ്. നമുക്കതൊന്ന് എഴുതി നോക്കാം. ആംഗിൾ എ സി ബി, ആംഗിൾ സി ബി വൈ. ഇവ മറുകോണുകളാണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് അവയുടെ കോണുകളുടെ അളവ് തുല്യമായിരിക്കും. ഓക്കെ, ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. എ സി എന്ന് പറയുന്ന സമാന്തര വര, ബി വൈ എന്ന് പറയുന്ന മറ്റൊരു സമാന്തര വര, ആ രണ്ട് സമാന്തര വരകളെ മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ബി സി എന്ന വര, ഇവിടെ ഉണ്ടാകുന്ന മറുകോണുകളാണ് എ സി ബിയും സി ബി വൈയും. അപ്പോൾ അവയുടെ കോണുകളുടെ അളവുകൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 80 ഡിഗ്രി തന്നെ ആയിരിക്കും. സി എന്ന് പറയുന്ന കോണിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നിങ്ങൾക്ക് നോട്ട് പുസ്തകത്തിലേക്ക് മാറ്റി എഴുതാം, നിങ്ങളുടെ ടീച്ചറെ കാണിച്ചു കൊടുക്കാം. ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യാൻ പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ഈ പറഞ്ഞതുപോലെ കോണുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ചിത്രത്തിൽ ത്രികോണം എ ബി സി, ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. കോൺ എയുടെ അളവ് 60 ഡിഗ്രി 60 ഡിഗ്രി, കോൺ ബിയുടെ അളവ് 90 ഡിഗ്രി 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ത്രികോണം എ ബി സിയിൽ, ട്രയാങ്കിൾ എ ബി സിയിൽ കോൺ സിയുടെ അളവ് എത്ര? നമ്മൾ നേരത്തെ വരച്ച ചിത്രങ്ങൾ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം വരയ്ക്കാൻ ശ്രമിക്കുക. അതും നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നമസ്കാരം.